ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി കറി വെച്ചാലോ? ചില കറികളുടെ പേരിൽ തന്നെ ചില സ്ഥലങ്ങൾ ഫേമസ് ആവും. ഞാനിന്ന് വെക്കുന്നത് മാങ്ങ മപ്പാസാണ്. മാങ്ങ കറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് മാങ്ങ മപ്പാസ്. പ്രത്യേകിച്ച് ഇപ്പം അങ്കമാലിക്കാരുടെ മാങ്ങ മപ്പാസ് വളരെ ഫേമസ് ആണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടത് കിഴക്കമ്പലത്ത്. ഞാൻ നേരത്തെ ഒരു റെസിപ്പി ഇട്ടായിരുന്നു. എനിക്ക് തോന്നി ഈ പയറും കായുള്ള ഒലത്തായിരിക്കും. ഞാൻ കിഴക്കമ്പലത്തെ ട്രെയിനിങ്ങിന് ഭാഗമായിട്ട് എൻ്റെ ഫ്രണ്ടിലെ വീട്ടിൽ പോയപ്പോൾ അമ്മച്ചി എനിക്ക് ആദ്യം ഈ മാങ്ങ മപ്പാസ് ഉണ്ടാക്കി തന്നത്. അങ്ങോട്ട് വടക്കോട്ടുള്ള എല്ലാം ഈ മാങ്ങ മപ്പാസാണ്. അന്ന് എനിക്കത്ര അറിയത്തില്ലായിരുന്നു അന്ന്. ആദ്യമായിട്ട് എനിക്കറിയാതെ എപ്പം വന്നാലും ഞാൻ മാങ്ങ മപ്പാസ് മതിയെന്ന് പറയും. അത്രയ്ക്ക് ഇഷ്ടമാണ്, ടേസ്റ്റാണ്. നമ്മളിത് ഒരു തവണയെങ്കിലും ഒന്ന് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം. എൻ്റെ റിക്വസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ തെക്കോട്ടുള്ള ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ തെക്കോട്ടുള്ളവർക്കൊന്നും ഈ മാങ്ങ മപ്പാസ് അങ്ങനെ അത്ര ഫേമസ് അല്ല. മാങ്ങ കറിയാണ് സാധാരണ വെക്കുന്നത്. പക്ഷേ ഈ മാങ്ങ മപ്പാസ് ഒന്ന് വെച്ച് നോക്കണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇപ്പം അങ്കമാലിക്കാരുടെ മാങ്ങ മപ്പാസ് അല്ലെങ്കിൽ അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ട് ഇത് വരുന്നത്. അപ്പം നമുക്ക് അങ്കമാലിക്ക് തന്നെ ക്രെഡിറ്റ് കൊടുത്തേക്കാം. അപ്പം അങ്കമാലിക്കാരുടെ മാങ്ങ മപ്പാസ് നമ്മളെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തത് പുളിയില്ലാത്ത ഒരു മാങ്ങയുടെ വലിയ ഒരു മാങ്ങയുടെ പകുതി അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. നീളത്തിലരിഞ്ഞ് കനം കുറച്ചരിഞ്ഞ് അതിന് മേളിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, പിന്നെന്ത് വേണം, നമ്മുടെ പച്ചമുളക്, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് നമ്മളെടുത്തത് നമ്മുടെ മല്ലിപ്പൊടിയാണ് കൂടുതൽ. മല്ലിപ്പൊടി ഞാൻ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 സ്പൂൺ, ഒരു 3/4 സ്പൂണിൻ്റെ അടി കിടപ്പുണ്ട്. 3/4 സ്പൂണോടെ പിരിയൻ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി എൻ്റെ അടി കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ നല്ല ഒരു നല്ലതുപോലെ കുഴച്ച് നമ്മുടെ ആ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വാടണം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചട്ടിയാണ് ഇതിൽ ഏറ്റവും നല്ലത് കേട്ടോ. ലാസ്റ്റ് ഈ ചട്ടിക്കകത്ത് ചോറിട്ട് തിന്നത് അത്രയ്ക്ക് ടേസ്റ്റായത്. അപ്പോൾ നമ്മുടെ സവാള ഇട്ടു. അതിനകത്ത് ഉപ്പുണ്ട് ഓൾറെഡി കേട്ടോ. ഉപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി ഇട്ടു, പച്ചമുളക്, കറിവേപ്പില. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, അത് നമ്മൾ വടിച്ച് ചോറിട്ടത് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമ്മളെന്ത് മസാലകളെല്ലാം ഇതിനകത്തോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ വിനാഗിരി, വടക്കോട്ടൊക്കെ ചൊറുക്കാന്നാണ് പറയുന്നത്, നമ്മുടെ ഇവിടെ വിനാഗിരി, കുറച്ച് വിനാഗിരി ഇട്ടു. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഉള്ളിൽ നിന്ന് വെള്ളം വരണം, അതുപോലെ മിക്സ് ചെയ്താലേ ആ കറിക്ക് ടേസ്റ്റ് ആവത്തുള്ളൂ കേട്ടോ. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ലതാണ്. അപ്പം അത് ഞാൻ ഒഴിച്ചില്ല. അപ്പോൾ ഉപ്പും വിനാഗിരിയും നമ്മൾ ചിലപ്പം തന്നെ ഇതിൻ്റെ മണം വരുന്നുണ്ട് നല്ല. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. ഇത്ര മിക്സ് ചെയ്യാൻ മാത്രമേ. മിക്സിങ്ങിലാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. എൻ്റെ ഒരു റിക്വസ്റ്റ്, ഞാൻ ഒരു കറി നിങ്ങൾ വെച്ച് നോക്കണം. ഇതൊന്ന് മസ്റ്റായിട്ട് നിങ്ങളത് വെച്ച് നോക്കണം കേട്ടോ. എല്ലാവരും ഇതിൻ്റെ ആരാധികമാരായിട്ട് വരും. ഇത്രയ്ക്ക് ടേസ്റ്റാണ്, സൂപ്പർ. ഈ പാറകളിലൊക്കെ പോയാൽ തന്നെ ഇതിൻ്റെ മാങ്ങ മപ്പാസ് കിട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ പ്രായമുള്ളവർക്കും ഈ ആദ്യം മസാല എരിവ് കൂട്ടാത്തവർക്കൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ നല്ലതുപോലെ നമ്മൾ നേരടി വെച്ചു. ഇതൊരു കുറച്ച് നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് മാങ്ങ ഇടാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ കണ്ടോ ഇളക്കി എൻ്റെ നീര് വന്ന് കണ്ടോ കിടക്കുന്നത്, നീരെല്ലാം വന്ന്. ഇനി നമുക്ക് എന്തോ ചെയ്യണം അറിയോ? നമ്മുടെ മാങ്ങ ഞാനൊരു 7 മിനിറ്റോളം ഇങ്ങനെ ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോൾ ആ ഉള്ളി നല്ലതുപോലെ ഒന്ന് എന്താ പറയുന്നത് വാടിക്കിടന്ന്, അപ്പം അതിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഈ മാങ്ങ ഇനി ഇട്ട് നമ്മൾ ഒത്തിരി കിടന്നങ്ങ് തിരുമണ്ട കേട്ടോ, മാങ്ങ പൊട്ടിപ്പ്. അപ്പോൾ എന്നാലും ഇത് ഉപ്പ് എരിയും പിടിക്കാൻ വേണ്ടി ഇതുകൂടെ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വെച്ചേക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണം പ്ലീസ്. റിക്വസ്റ്റാണ് കേട്ടോ, ഭയങ്കര റിക്വസ്റ്റാണ്. ഞാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. ഞാനിത് ഇടാൻ വൈകിപ്പോയതേ ഉള്ളൂ. അത്രയ്ക്ക് ഒരു തവണയെങ്കിലും ചെയ്യണം. നമ്മൾ സാധാരണ ഇവിടെയൊക്കെ നമ്മൾ മാങ്ങാക്കറി വെക്കുമ്പോൾ കുറച്ച് വിനാഗിരിയുടെ ഒന്നത്ത് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നേരത്തെ വിനാഗിരി ഒഴിച്ചല്ലോ.
വിനാഗിരി വടക്കോട്ടൊക്കെ ചുരുക്കിയെന്നാണ് പറയുന്നത്. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കും. ഓക്കെ, അത്രയും മതി. പിന്നെ ഈ ബൈൻഡിങ് ഏജൻ്റായിട്ട് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയും ഇതൊക്കെ ചുരുക്കിയൊക്കെ നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ ഉപ്പ് എരിയൊക്കെ ഇതിനകത്ത് മാങ്ങയ്ക്കൊക്കെ നല്ലതുപോലെ പിടിച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചു. നിങ്ങൾ ഒന്ന് കാണിക്കാൻ പറ്റും. ഇത് രണ്ടാമത്തെ തേങ്ങാപ്പാൽ. ഒന്നാം തേങ്ങാപ്പാൽ ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചു. അപ്പം ഈ നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങാക്കറി വെക്കുമ്പോണ്ടല്ലോ, നമ്മൾ തേങ്ങ അരച്ചല്ലേ വെക്കുന്നത്. ഇത് മാങ്ങാ മപ്പാസിനകത്ത് തേങ്ങാപ്പാലിനകത്താണ് ഇതിരുന്ന് വേവുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. മൺചട്ടി വെക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം. കറക്റ്റ് ഉപ്പാണ്. അപ്പം നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, വേറെ ഒന്നും ഇതിനകത്ത്. ഇനി നമ്മൾ ഈ രണ്ടാം തേങ്ങാപ്പാലിൽ നിന്ന് വേവുക. വെന്ത് ഒരു പരുവാകുമ്പം നമ്മൾ ഒന്നാം പാലൊഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ചിലവരിനകത്ത് ഗരം മസാല ചേർക്കും, പക്ഷെ ഞാനത് ചേർത്തില്ല. അത് വേറൊരു ടേസ്റ്റായി പോകത്തില്ല. അപ്പോൾ നമ്മൾ തനതായ രീതി തന്നെ കിട്ടട്ടെ. അപ്പോൾ അതേ ടേസ്റ്റ് നമ്മൾ ഒരു നുള്ളു പോലും ബാക്കി വെക്കത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമുക്ക് രണ്ടാം പാലൊഴിക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാങ്ങയൊക്കെ ഇങ്ങനെ തിരുമ്മി വെച്ചപ്പം ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓണാക്കി. ഇനി നമുക്ക് ഈ രണ്ടാം പാല് കംപ്ലീറ്റ് എടുത്തോണം കേട്ടോ. അത് ഒഴിച്ച് ഇത് പറ്റി ഇത് വേവുന്ന ഇതാണ്. ഇതിനകത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ മാങ്ങയ്ക്കൊന്നും വലിയ വേവില്ലല്ലോ. ഉള്ളിക്ക് ഇത്തിരി വേവ്. അപ്പോൾ ഉള്ളി അതുകൊണ്ട് നമ്മൾ നേരത്തെ തിരുമ്മി ഒക്കെ വെച്ചത്. അപ്പോൾ ഇതൊന്ന് വെന്ത് പാകമാകുമ്പോൾ നമുക്ക് ഒന്നാം പാലൊഴിക്കുക, കടുക് പൊട്ടിക്കുക, എടുക്കുക. അത്രയേ ഉള്ളൂ ജോലി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമുക്കിവിടെ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്, അതായത് ശബ്ദം. അപ്പം നമ്മുടെ മാങ്ങാക്കറിയൊക്കെ നല്ലതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. രണ്ടാം പാല് തന്നെയാണ് വേവുന്നത്. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് തേങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. മഴയായതുകൊണ്ട് ആകത്ത് ഉള്ളിയും നമ്മുടെ മാങ്ങയൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്. അപ്പം ഒന്ന് കുറുകട്ടെ. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി നമ്മുടെ കറിവേപ്പില, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാം. ഓക്കെ ഹൈ ഡിയേഴ്സ്, അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങ മപ്പാസ് അതാ റെഡിയായി കഴിഞ്ഞു. ഞാൻ മാങ്ങയൊക്കെ എല്ലാം കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇരുന്ന് കുറുകും കേട്ടോ. ഈ നമ്മുടെ ചട്ടിക്കകത്ത് തന്നെ ചൂടുകൊണ്ട് ഇരുന്ന് കുറുകും. അപ്പം ഞാൻ തൽക്കാലം തീ കുറച്ചിട്ട് നമ്മുടെ ഒന്നാം പാല് ഒഴിക്കുകയാണ്. നല്ല കട്ടി ഒന്നാം പാല്. ഇനി ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇനി ഇരുന്ന് തിളയ്ക്കണ്ട, ജസ്റ്റ് ഇതിന് ചട്ടിക്കകത്ത് തന്നെ തിളയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാൻ അറിയാമോ, നമ്മുടെ വറുത്ത് കോരിയ നമ്മുടെ കടുകെല്ലാം ഇതിനകത്തോട്ട് ഇടും. ഓക്കെ, ഇതാണ് നമ്മുടെ അങ്കമാലി മാങ്ങാ മപ്പാസ്. ഹായ് ഡേയ്സ്, അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങാ മപ്പാസ് റെഡിയായി കഴിഞ്ഞു. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള മാങ്ങാ മപ്പാസ്. ഒരു തവണയെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്, വളരെ വളരെ ടേസ്റ്റാണ്. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ ഇത്രയും ഗ്രേവ് കടന്നതല്ല, ഇത് ഇരുന്ന് കുറുക്കും കേട്ടോ. ചട്ടിക്കകത്തിരുന്ന് കുറുക്കും. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ട് വെച്ചേക്കുക. ഗ്യാസിലൊന്നുമല്ല വെച്ചേക്കുന്നത്. നമ്മൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇങ്ങനെ തിള വരുന്നതേ ഉള്ളൂ. ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ ഒട്ടും തിളപ്പിക്കുക, ജസ്റ്റ് ചൂടാക്കിയാകാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്കമാലിക്കാർ ക്ഷമിക്കുക കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ള അത് വെച്ച് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അമ്മച്ചിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മപ്പാസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.